ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം. അപ്പം ലൈക്ക് അടിച്ചിട്ട് മാക്സിമം എല്ലാവരും കാണാൻ വേണ്ടി ഒന്ന് ശ്രമിക്കണേ. കൂടെ ഒരു ഹൈപ്പും കൂടെ അടിക്കാൻ മറക്കരുത്. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ പോയാലോ. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിനെയും സുധീനെയുമാണ്. അവരുടെ ഷോറൂമാണ്. ഏതായാലും ഷോറൂമിലേക്ക് നമ്മുടെ ശ്രുതിയുടെ കൂട്ടുകാരൻ വന്നിട്ട് പറയുകയാണ്, കുറച്ച് എന്താ പറയാ, ഒരു വീട് വിൽക്കാനുണ്ട്. അപ്പൊ ആ വീടെന്ന് പറയുന്നത് വലിയൊരു ബംഗ്ലാവ് തന്നെയാണ്. അപ്പൊ അതിനൊരു 5 കോടി 6 കോടി ഒരു മതിപ്പൊക്കെ വരും. പക്ഷേ അത് വെറും 3 കോടി രൂപയ്ക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു അവസരം നമുക്ക് ഇനി കിട്ടത്തില്ല. മാത്രമല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നല്ലൊരു എന്താ പറയാ ബിസിനസ്മാന്, നല്ലൊരു വിദ്യാഭ്യാസമുള്ള ഒരു ബിസിനസ്മാന് മാത്രമേ ഇത് കൊടുക്കത്തുള്ളൂ, ജീവിക്കാൻ അറിയാവുന്ന ഒരുത്തര് മാത്രമേ ഇത് കൊടുക്കത്തുള്ളൂ. അത്രയ്ക്കും അവര് നന്നായിട്ട് നോക്കിക്കൊണ്ടിരുന്ന വീടാണ്. അപ്പം അത് അങ്ങനെ തന്നെ തുടരണം എന്നുണ്ടെങ്കിൽ നല്ലൊരാളുടെ കയ്യിൽ തന്നെ കിട്ടണം. അപ്പൊ ഞാൻ സുധിയുടെ കാര്യം പറഞ്ഞിരുന്നു, നമുക്കൊന്ന് നോക്കിയാലോ എന്ന്. ഇത് കേട്ടതും നമ്മുടെ ശ്രുതിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ട്. അപ്പൊ ശ്രുതി പറയുന്നുണ്ട്, വേണോ, എന്തെങ്കിലും കുഴപ്പമോ ഗുലുമാലോ വല്ലതും കാണുമോ, അല്ലെങ്കിൽ പിന്നെ 6 ലക്ഷം അല്ല 6 കോടി 5 കോടി രൂപയുടെ സാധനം വെറും 3 കോടി രൂപയ്ക്ക് കിട്ടണമെങ്കിൽ എന്തെങ്കിലും പ്രശ്നം കാണുമല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ശ്രുതി വേണോന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, നമുക്ക് കിട്ടിയ ഒരു അവസരമല്ലേ, പാഴാക്കേണ്ട കാര്യമുണ്ടോ, വലിയ ബംഗ്ലാവ്. അതും ഒന്ന് ഓർത്ത് നോക്കിയേ, നമ്മുടെ കുടുംബത്തിൽ ആരും ഇതൊന്നും ചെയ്തിട്ടില്ലല്ലോ. നമ്മുടെ കുടുംബത്തിൽ ആരാ വീടൊക്കെ മേടിച്ചത്? അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, നമ്മുടെ കയ്യിൽ അത്രയും ക്യാഷ് ഇല്ലല്ലോ, ആദ്യം കുറച്ച് അഡ്വാൻസ് കൊടുത്താൽ മതിയെന്നേ, ബാക്കി നമുക്ക് ലോൺ എടുക്കാന്ന് കൂട്ടുകാരനും പറഞ്ഞു. അപ്പോഴത്തേക്കും ആ വീടിന്റെ ഫോട്ടോ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ആ വീടിന്റെ ഫോട്ടോ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഉണ്ട്, കാണിക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, 5 കോടിയുടെ മതിപ്പുണ്ടോന്നൊന്ന് അറിയണമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫോട്ടോ നോക്കുകയാണ്. ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ ദൈവമേ, പറയാനുണ്ടോ, ബംഗ്ലാവ് എന്ന് പറഞ്ഞ ഒരു 1.5 ബംഗ്ലാവ്. അപ്പോഴത്തേക്ക് ശ്രുതിയോട് ഇങ്ങനെ കാണിക്കുവാണ്, ശ്രുതിനെ ഇങ്ങനെ കാണിക്കും, ഇതേ നോക്കിക്കേ, അടിപൊളി വീടെന്ന്. ശ്രുതിക്ക് നോക്കിയപ്പോഴത്തേക്കും ശരിയാ, ശ്രുതിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല വീട്, സൂപ്പർ വീട്. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, എന്നാ പിന്നെ നമുക്കങ്ങ് ഉറപ്പിച്ചാലോ, ഇതങ്ങ് മേടിച്ചാലോ. അതെ, വീട്ടില് പറഞ്ഞതിന് ശേഷം നമുക്ക് ഒന്നിച്ചു പോയി നോക്കാം, എല്ലാവരെയും നേരിട്ട് കണ്ട് സംസാരിച്ചിട്ട് അത് പോരെ. അതൊക്കെ മതി, പക്ഷെ നമ്മൾ ഈ വീട് മേടിക്കും ശ്രുതി, മേടിക്കും. ശ്രുതി, എനിക്കിത് കണ്ടിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു, ഏതായാലും ഇന്നാ പിടിക്കെന്ന് പറഞ്ഞ് ഫോൺ കൊടുത്തു കേട്ടോ. ഫോണിലായിരുന്നു ഫോട്ടോ ഉള്ളത്. അപ്പോഴത്തേക്ക് നമ്മുടെ ഫ്രണ്ട് പറഞ്ഞു, എന്നാ പിന്നെ ഞാൻ ഓണറിനോട് ഒന്ന് സംസാരിക്കാം. ബ്രോനെ ഞാൻ കാണേണ്ട വിധത്തിൽ ഒന്ന് കാണുന്നുണ്ട് കേട്ടോ, മറക്കൊന്നും വേണ്ട കേട്ടോ, ഞാൻ മറന്നിട്ടുമില്ല, ഞാൻ കാണും എന്നൊക്കെ പറഞ്ഞു. കാരണം വേറൊന്നുമല്ല, നമ്മുടെ ഫ്രണ്ടിനെ ഒന്ന് സോപ്പിട്ട് നിർത്തണമല്ലോ. ഏതായാലും ഈ ഒരു സമയത്താണെങ്കിൽ അയ്യോ, നമ്മുടെ ശ്രുതി പറയുക, എന്റെ ദൈവമേ, എല്ലാം നല്ലതാ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഫോട്ടോ, ആ കണ്ണേറമ്മയുടെ ഫോട്ടോയ്ക്ക് നല്ല പവർ ഉണ്ട് ശ്രുതി, അത് ഉറപ്പാ. അത് പിന്നെ ഇത് ആന്റി അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ. അമ്മ എങ്ങാനും ഇങ്ങോട്ട് വരുമ്പോ നമുക്കത് മാറ്റി വെച്ചാ പോരെ, കണ്ണേറമ്മയുടെ ഫോട്ടോ മാറ്റണ്ട. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ അമല് ആ ഫോട്ടോ എടുത്തോണ്ട് വന്നു കേട്ടോ. അതായത് അമൽ എന്ന് പറയുന്ന പുള്ളിക്കാരൻ. ഇപ്പൊ ചോദിച്ചു, അല്ല ഞാൻ ഒട്ടിക്കട്ടെ? വേണ്ട വേണ്ട, ഞാൻ ഒട്ടിച്ചോളാം. എന്റെ പൊന്നു കണ്ണേറമ്മേ, എന്നെ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ണേറമ്മയുടെ മുമ്പിൽ ഇങ്ങനെ കയ്യപ്പ കൂപ്പി ഇങ്ങനെ നിന്നിട്ട് ശ്രുതി, ഇതാ കണ്ടോ ഐശ്വര്യം, നമ്മുടെ ഷോറൂമിന്റെ ഐശ്വര്യം ഇനി മുതൽ കണ്ണേറമ്മയാണ്, എന്റെ ഐശ്വര്യവും ഷോറൂമിന്റെ ഐശ്വര്യം കണ്ണേറമ്മയാണ് എന്നൊക്കെ പറയാം. ഏതായാലും ആ ഒരു സീൻ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതിയും സച്ചിയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഓടുക കേട്ടോ. നിക്ക് സച്ചിയേട്ടാന്ന് പറഞ്ഞിട്ട് ഒരു ചട്ടവും കൈ പിടിച്ചോണ്ട് തല്ലാനാണ് ഇങ്ങനെ ചെല്ലുന്നത് നമ്മുടെ രേവതി. അപ്പോഴത്തേക്കും ചന്ദ്രൻ, ഇതെന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്, കൊച്ചുകുട്ടികളെ പോലെ ഓടി കളിക്കുന്നോ, നാണമില്ലേ നിങ്ങൾക്ക് എന്ന്. അപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ രവീന്ദ്രൻ ഇവിടെ ഉണ്ട്. അപ്പൊ രവീന്ദ്രൻ ചോദിച്ചു, എന്താ നിന്റെ വായില്? തേങ്ങ ചിരവി തേങ്ങ മൊത്തം തിന്ന് തീർക്കുക, മൊത്തം എടുത്തോണ്ട് ഓടും. പിന്നെ എങ്ങനെ ഞാൻ അടി കൊടുക്കാതിരിക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് ഓടി വന്നത്, ചിരകുന്ന തേങ്ങ മുഴുവൻ എടുത്തോണ്ട് ഓടുവന്നേ. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു, നാണം കെട്ടവൻ, ഇവന് ഒരു നാണമില്ലല്ലോ എന്ന്. ഈ സമയത്ത് ശ്രുതിയും കൂടെ കയറി വരും. അമ്മേ അച്ഛാന്നൊക്കെ പറഞ്ഞൊരു ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് കയറി വരുന്നത്. അതെ, നിങ്ങളൊന്ന് അവിടെ ഇരുന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? നിങ്ങൾ ആദ്യം ഈ സ്വീറ്റ്സ് അത് കഴിക്കേ. അപ്പോഴത്തേക്ക് ചന്ദ്രൻ പറഞ്ഞു, ഇതെന്ത് പറ്റി, എന്തെങ്കിലും വിശേഷമുണ്ടോ? സ്വീറ്റ്സ് ഒക്കെ കൊണ്ടുവരുന്നു. അപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു, ആന്റി കരുതുന്ന പോലെ അങ്ങനത്തെ വിശേഷമൊന്നുമല്ല, ഇത് വേറൊരു വിശേഷമാണ്, ഇതൊരു സന്തോഷ വാർത്തയാണെന്ന് പറയാം. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ചോദിച്ചു, അല്ല അമ്മയ്ക്ക് ആ ഒരു വിചാരം മാത്രമേ ഉള്ളോ? അത് പിന്നെ മോനെ അതെ അമ്മ, അതൊന്നും അല്ല അമ്മ, ഇന്ന് എനിക്ക് നല്ല പ്രോഫിറ്റ് കിട്ടി അമ്മ, അതുകൊണ്ടാ. എനിക്ക് കുറെ സബ് ഡീലേറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അഭിലാഷ് സാറ് പുതിയതായിട്ട് ചെയ്ത ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ആ പ്രൊഡക്റ്റ് നന്നായിട്ട് സെയിൽ ചെയ്തേ, അഭിലാഷ് സാറിന് അതുകൊണ്ട് നല്ല പ്രോഫിറ്റ് ഒക്കെ കിട്ടി. അതിന്
10 ലക്ഷം രൂപയാ എനിക്ക് അദ്ദേഹം അയച്ചു തന്നത്. ഇത് കേട്ടെന്ന് ചന്ദ്ര 10 ലക്ഷവും. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിയും 10 എന്നിങ്ങനെ ചോദിച്ചു കേട്ടോ. കാരണം ആർക്കാണെങ്കിലും ഒരു അതിശയം തോന്നില്ല 10 ലക്ഷം എന്ന് പറയുമ്പോൾ. അപ്പോഴത്തേക്കും വർഷയും ശ്രീകാന്തും വന്നേ. അപ്പൊ വർഷയും ശ്രീകാന്തും ഇത് കണ്ടിട്ട് കേട്ടിട്ട് അതിശയത്തോടു കൂടി നോക്കിട്ടോ. അവരുടെ മുഖം കാണിക്കുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ചന്ദ്ര പറയുക, എന്റെ മോന്റെ ഒരു ഭാഗ്യം, അവന്റെ ജാതകത്തിൽ അവൻ സമ്പന്നനാകുന്നൊക്കെ ഉള്ളതാ. അത് തന്നെയാ നടക്കാൻ പോകുന്നത്, അത് തന്നെയാ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓ എന്റെ മോന്. അപ്പോഴത്തേക്കാണ് നമ്മുടെ സച്ചി പിന്നെ കോപ്പ്. അപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു, നീ മിണ്ടായിരിക്കടാ, ഞാൻ സത്യം പറഞ്ഞത്. നീ പറഞ്ഞത് സത്യമാണോ അതോ നീ ചുമ്മാ അടിച്ചു വിടുന്നതാണോ? 10 ലക്ഷം എന്നൊക്കെ കേൾക്കുമ്പോ എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ചന്ദ്ര, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ സച്ചി? നിനക്ക് എന്താ സുഖേട്? എന്റെ മോൻ നന്നാവുന്നത് നിനക്ക് കാണത്തില്ലേ? അല്ല, നന്നാവുന്നത് കാണുകയൊക്കെ ചെയ്യാം, പക്ഷെ ഇതൊക്കെ സത്യമാണോ ഇല്ലോ എന്ന് അറിയത്തില്ല. വാ തുറന്നാ കള്ളവല്ലേ ഇവൻ പറയത്തുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, എടാ സച്ചി, ഇവനിപ്പൊ നല്ലപോലെ നടക്കുമല്ലേടാ, നല്ല ബിസിനസ് ഒക്കെ കയറി വരുന്നുണ്ട്, അപ്പൊ ശരിയായിരിക്കും എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കുമാണ് പിന്നെ നമ്മുടെ ശ്രുതി ഒരു സാധനം കയ്യിൽ നിന്ന് എടുക്കാണ് കേട്ടോ, കൂടി നിന്ന് എടുക്കുക. എന്നിട്ട് ഇത് കണ്ടോ, ഇതാണ് ജ്വല്ലറി ബോക്സ്. അപ്പോഴത്തേക്കും ചന്ദ്ര, ജ്വല്ലറി ബോക്സോ? ഇതാർക്കാ? ഇത് അമ്മയ്ക്കുള്ളതാ. ഇത് അമ്മയ്ക്ക് എന്റെ ലാഭത്തിൽ നിന്ന് ഞാൻ മേടിച്ച ഗിഫ്റ്റാ. എന്നിട്ട് അത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോ ഒരു വള. അയ്യോ, ചന്ദ്രയ്ക്ക് സന്തോഷിക്കാൻ വേറെ ഉണ്ടോ? ചന്ദ്ര പറഞ്ഞു, അയ്യോ മോനെ, ഇത് എന്താ മോനെ, എനിക്കാണോ ഇത്? പിന്നെ അമ്മയ്ക്കല്ല, പിന്നെ ആർക്കാം? അയ്യോ മോനെ, ഇത് എന്തിനാ ഇപ്പൊ മേടിച്ചത്? എന്റെ അമ്മയ്ക്ക് ഇത് മേടിക്കണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ ഇതങ്ങ് മേടിച്ചു. എന്നാലും എന്റെ മോളെ വേണ്ടായിരുന്നു. ശ്രുതി, എന്താ ശ്രുതി ഇത്? അപ്പോഴത്തേക്ക് സച്ചി അവിടെ ഒന്ന് പതുക്കെ പറയാ, ഒന്ന് ഉരച്ചു നോക്കിക്കോ, ചിലപ്പോ റോൾഡ് ഗോൾഡ് ആയിരിക്കും. പോടാ, ഇത് സ്വർണം തന്നെയാ, കണ്ടറിയത്തില്ലെന്ന് ചന്ദ്ര. അപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു, അല്ല നിങ്ങൾ രണ്ടും അതിന്റെ ആൾക്കാരാണല്ലോ, അതുകൊണ്ട് അങ്ങ് പറഞ്ഞതാ. അപ്പോഴത്തേക്കും ആ വളയെടുത്തിട്ട് ഉമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര അതിന് ഉമ്മ കൊടുക്ക. അപ്പോഴത്തേക്ക് ശ്രുതി വന്നിട്ട് പറഞ്ഞു, ഞാനത് ഇട്ട് തരാം. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, വേണ്ട, അമ്മ തന്നെ ഇത് കയ്യിലിടട്ടെ, അമ്മ തന്നെ ഇടുന്നത് കാണുമ്പോഴാ ഒരു ഭംഗി. അപ്പോഴത്തേക്ക് ചന്ദ്ര വളയൊക്കെ ഇട്ടിട്ട് എന്തൊരു ഭംഗി, സൂപ്പർ ആയിട്ടുണ്ട്, അടിപൊളി വളയാണല്ലോ ഇത്. ഓ, സെലക്ഷനും കൊള്ളാം. അപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞ, ആന്റിക്ക് ഇഷ്ടപ്പെട്ടല്ലേ? ഇത് ശ്രുതി എന്നോട് പറഞ്ഞായിരുന്നു അമ്മയ്ക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. ശ്രുതിക്ക് ഇഷ്ടപ്പെട്ടിട്ട് എടുത്തതാ. അല്ലെങ്കിലും എന്റെ മോന് നല്ല സെലക്ഷൻ അല്ലേ? പിന്നെ ഉണ്ടല്ലോ, ഇതുപോലെ ഇഷ്ടപ്പെട്ട വള എനിക്ക് എന്റെ അച്ഛൻ മേടിച്ചു തരാറുണ്ടായിരുന്നു കല്യാണത്തിന് മുന്നേ. കല്യാണം കഴിഞ്ഞതിൽ പിന്നെ ഒരു വളയും കിട്ടിയിട്ടില്ല, ഒരു തരി പൊന്ന് എനിക്ക് കിട്ടിയിട്ടേ ഇല്ല. പിന്നെ കല്യാണത്തിന് ശേഷം എനിക്ക് ഇഷ്ടപ്പെട്ട ആരും വാങ്ങി തന്നിട്ടില്ലെങ്കിലും ഇപ്പൊ എന്റെ മോൻ എനിക്ക് മേടിച്ചു തന്നല്ലോ. അപ്പോഴത്തേക്കാണ് നമ്മുടെ രവീന്ദ്രൻ, കാര്യങ്ങളൊക്കെ മനസ്സിലായി, എനിക്കിട്ട് താങ്ങിയതാണല്ലേ. അപ്പോഴത്തേക്കും ചന്ദ്രൻ ഇത് താങ്ങിയതൊന്നുമല്ല, ഒരു സത്യം ഞാൻ പറഞ്ഞതല്ലേ. അപ്പോഴത്തേക്കാണ് ശ്രുതി, അച്ഛനും ഒരു സർപ്രൈസ് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന്. അപ്പൊ സച്ചി പറഞ്ഞു, തോർത്താണോ? പണ്ടൊരു സർപ്രൈസ് തോർത്ത് മേടിച്ചു കൊടുത്ത് ഓർക്കുന്നുണ്ടോ? അപ്പോഴത്തേക്ക് തോർത്തൊന്നുമല്ല, ഇന്നാ ഇത് പിടിക്കുക എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു, ഓഹോ ഇതെന്താ? അത് പിന്നെ ഇതോ മുണ്ടും ഷർട്ടും. ഓ, അമ്മയ്ക്ക് സ്വർണ്ണവിള, അച്ഛനും മുണ്ടും ഷർട്ടും. അച്ഛനൊരു ബ്രേസ്ലെറ്റ് എങ്കിലും നിനക്ക് മേടിച്ചു കൊടുക്കത്തില്ലായിരുന്നോടാ, നാണം കെട്ടവനെ? ഓ, പിന്നെ ആണുങ്ങൾക്ക് സ്വർണത്തിനോട് ആഗ്രഹമൊന്നും ഇല്ലല്ലോ. അമ്മയ്ക്കാണ് സ്വർണത്തിനോട് ഇഷ്ടമുണ്ട്, അതുകൊണ്ടാ. പിന്നെ അച്ഛ, ഇതും കൊണ്ടൊന്നും തീർന്നിട്ടില്ല കേട്ടോ, വേറൊരു സർപ്രൈസ് കൂടി ഞാൻ വെച്ചിട്ടുണ്ട്. ഇതെന്താണ്? സർപ്രൈസിന്റെ പെരുമഴയോ? അത് പിന്നെ അതെ, സിറ്റിക്കകത്ത് വലിയൊരു വീട് വിൽക്കാനുണ്ട്, അത് ഞങ്ങളങ്ങ് മേടിക്കാൻ തീരുമാനിച്ചു. ഇതും കേട്ടതും ചന്ദ്രയുടെ കണ്ണ് വീണ്ടും തള്ളുകയാണ് കേട്ടോ. എന്റെ ഈശ്വര, വീട് മേടിക്കാൻ പോവാണോ? അയ്യോ, എന്താടാ മോനെ ഞാൻ ഈ കേൾക്കുന്നത്, സത്യമാണോ? സത്യമാണെന്നേ, ഞാൻ വീട് മേടിക്കാൻ പോവാ. അയ്യോ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, എന്റെ പൊന്നി ഈശ്വരാ. അപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു, അതെ, ശ്രുതിയുടെ ഫ്രണ്ട് ആനന്ദില്ല, ആനന്ദ ഈ വീട് വിൽക്കുന്ന കാര്യം പറഞ്ഞത്. സത്യം പറഞ്ഞത് വീടല്ല, ഒരു ബംഗ്ലാവ് തന്നെയാ. ബംഗ്ലാവോ? അയ്യോ, എനിക്ക് വയ്യ, എന്തൊക്കെയാ സംഭവിക്കുന്നത്, എന്തൊക്കെയാ നടക്കുന്നത്? അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, എടാ ശ്രുതി, വീടൊക്കെ മേടിക്കുന്നത് നല്ലതാ, പക്ഷേ ഒരു കാര്യമുണ്ട്, ക്യാഷൊക്കെ ശ്രദ്ധിച്ച് ചെലവാക്കണം. അച്ഛാ, ഇതാണ് ഇതിന് പറ്റിയ സമയം. ഏതായാലും ഞാനും ശ്രുതിയും ചേർന്നിട്ട് അവിടെ വരെ ഒന്ന് വീട് കാണാൻ പോകുന്നുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ വീടൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് തീരുമാനിക്കാം. അപ്പൊ വീണ്ടും ചന്ദ്ര, എന്റെ ദൈവമേ, ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നത്? എന്റെ പൊന്നുമക്കളെ, അമ്മയ്ക്ക് സന്തോഷമായി. എന്റെ ആഗ്രഹമായിരുന്നു ഇതൊക്കെ, അതൊക്കെ നിങ്ങളിലൂടെ എനിക്ക് സാധിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ജീവിതത്തിൽ എനിക്ക് സന്തോഷം തരാനും എന്റെ ആഗ്രഹങ്ങൾ ചെയ്തു തരാനും എന്റെ ഒരു മകനും ഒരു മരുമകളെങ്കിലും എന്റെ കൂടെ ഉണ്ടല്ലോ.
എന്റെ ഈശ്വര. അപ്പൊ ശ്രീകാന്തും വർഷയും പറയുവാണ് അവിടെ നിന്ന്, അയ്യോ ഞങ്ങളൊന്നും ചെയ്തു തരുന്നില്ലെന്നാണോ ഈ പറയുന്നത്? അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. സുധി ഒരു ബംഗ്ലാവ് മേടിക്കാൻ പോവാണെന്ന് അറിഞ്ഞപ്പോ ആ ഒരു സന്തോഷം കൊണ്ട് ഞാൻ പറഞ്ഞതാ. അപ്പൊ സുധി പറഞ്ഞു, ഏതായാലും ഞാൻ അവിടെ വരെ ഒന്ന് പോയിട്ട് വരാമേ. അമ്മയുടെ ആ ആഗ്രഹവും ഈ സുധി മോൻ തന്നെ സാധിച്ചു തരും. അമ്മ ഇനി ബംഗ്ലാവിൽ കിടന്നായിരിക്കും ഉറങ്ങാൻ പോകുന്നത്. വലിയ ബംഗ്ലാവ്. ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ വർഷത്തിന്റെ തലയൊക്കെ കുലുക്കുന്നുണ്ട്, ശ്രീകാന്തും തലയൊക്കെ കുലുക്കുന്നുണ്ട്. എന്തായി തീരുന്നൊന്നും അറിയത്തില്ലല്ലോ. ഏതായാലും സുധിയുടെ ആയതുകൊണ്ട് നടന്നതിന് ശേഷം നടന്നു എന്ന് പറഞ്ഞാൽ മതി, എല്ലാവർക്കും അത് അറിയുകയും ചെയ്യാം. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രേവതി ഇങ്ങനെ അവിടുത്തെ ഹോളിലെ ആ ഒരു ചെറിയൊരു ഊഞ്ഞാല് പോലെ ഉണ്ടല്ലോ, അപ്പൊ അവിടെ പോയി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇരുന്നിട്ട് കുറച്ചേരം ഇരുന്നു, എന്നിട്ട് കിടക്കുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി വന്നു കേട്ടോ. സച്ചി വന്നിട്ട് നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ഭയങ്കര ക്ഷീണവും കാര്യങ്ങളും, രേവതിക്ക് എന്താ പറയാ ഭയങ്കരമായിട്ട് സങ്കടവും ഒക്കെ. രേവതി ഇങ്ങനെ കിടക്കുക. അപ്പൊ നമ്മുടെ സച്ചി പോയി പതുക്കെ ആ കാലേ തൊട്ട് രേവതി എന്ന് പറഞ്ഞു വിളിച്ചപ്പോഴത്തേക്കും, പേടിച്ചു പോയല്ലോ സച്ചേട്ടാ. ഇത് സച്ചേട്ടൻ എന്തിനാ ഇങ്ങനെ വന്ന് പെട്ടെന്ന് വിളിച്ചത്? ഓ പിന്നെ ഞാനല്ലാതെ ആരെങ്കിലും ധൈര്യത്തോടെ വന്ന് നിന്നെ ഇങ്ങനെ തൊടുവോ? നീ എന്തിനാ പേടിക്കുന്നത്? അല്ല, എന്താ നീ പതിവില്ലാതെ ഇവിടെ വന്ന് കിടക്കുന്നത്? എന്താ കാര്യം? അത് പിന്നെ സച്ചേട്ടാ, മനസ്സിലായി. ശ്രുതിയും വലിയ ബംഗ്ലാവ് മേടിക്കാൻ പോവല്ലേ. നമ്മളെ കൊണ്ട് ഒരു മുറി പോലും കേട്ടാൻ സാധിക്കുന്നില്ലല്ലോ. അതല്ലേ നിന്റെ പ്രശ്നം? അയ്യേ, അതൊന്നും അല്ല എന്റെ പ്രശ്നം. ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല സച്ചേട്ടാ. അല്ല, അവരെ പോലെ കടം മേടിക്കാൻ തീരുമാനിച്ചെങ്കിൽ നമ്മൾ എപ്പോഴേ മുറി കെട്ടിയേരെ. കടം മേടിക്കേണ്ട നീ പറഞ്ഞതുകൊണ്ടല്ലേ നമ്മൾ വീട് കെട്ടാത്തത്. കടം ഒന്നും മേടിക്കണ്ട, നമുക്ക് ക്യാഷ് കയ്യിൽ വന്നതിന് ശേഷം റൂം എടുത്താൽ മതി സച്ചേട്ടാ. വീട് മേടിച്ചാല് സച്ചേട്ടന്റെ ഏട്ടനും ശ്രുതിയും അപ്പൊ തന്നെ അങ്ങോട്ടേക്ക് താമസം മാറ്റുമായിരിക്കൂല്ലേ? പിന്നെ എന്തിനാ വീട് മേടിക്കുന്നത്? അവർക്ക് താമസിക്കാനല്ലേ. അവര് വീട് മേടിച്ചിട്ട് അങ്ങോട്ടേക്ക് മാറുമായിരിക്കും. അല്ല, സച്ചേട്ടന്റെ ഏട്ടനെ അമ്മയും സച്ചേട്ടന്റെ അമ്മയ്ക്ക് അവരെയും പിരിഞ്ഞിരിക്കാൻ കഴിയത്തില്ലല്ലോ. അപ്പൊ അമ്മയും അവരുടെ കൂടെ ആയിരിക്കും താമസിക്കുക അല്ലേ? ഉറപ്പായിട്ടും അമ്മ അവരുടെ കൂടെ പോകും, അത് ശരിയല്ലേ? വർഷയും ശ്രീകാന്തിനെയും എങ്ങനെയെങ്കിലും അവരുടെ വീട്ടിലേക്ക് എത്തിക്കാനാ മഹിമയാന്റി നോക്കുന്നത്. അതിനുവേണ്ടി അവരിവിടെ വന്ന് ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് സച്ചേട്ടാ. വൈകാതെ തന്നെ വർഷയും ശ്രീകാന്തും ഇവിടുന്ന് പോകുമായിരിക്കും അല്ലേ? എന്താ ഇപ്പൊ നിനക്ക് ഇങ്ങനെയൊക്കെ ഒരു തോന്നല്? അത് പിന്നെ ഇത്രയും നാൾ ഒരുമിച്ച് കഴിഞ്ഞവര് പെട്ടെന്ന് ഇവിടുന്ന് പോകുക എന്നൊക്കെ പറയുമ്പോഴേ മനസ്സിന് വല്ലാത്തൊരു വേദന തോന്നുക, ഒരു വിഷമം തോന്നുക സച്ചേട്ടാ. അമ്മയില്ലാത്ത വീട്, ശ്രുതിയും ഇല്ലാത്ത വീട്, വർഷയും ശ്രീകാന്തും ഇല്ലാത്ത വീട്, അതൊക്കെ ഓർക്കുമ്പം എന്തോ ഒരു വിഷമം. അതിനിപ്പോ നമുക്ക് അവരെ തടഞ്ഞു നിർത്താനൊന്നും പറ്റത്തില്ലല്ലോ. അത് പിന്നെ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന അച്ഛന്റെ ആഗ്രഹം. എല്ലാവരും അവരുടെ വഴിക്ക് പോയിട്ടുണ്ടെങ്കിൽ അച്ഛന് വിഷമാവില്ലേ? അതൊക്കെ ശരിയാ രേവതി, ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചൊന്നുമില്ല. ജീവനുള്ളിടത്തോളം കാലം അച്ഛന്റെ കൂടെ തന്നെ എല്ലാവരും കാണണമെന്ന് എപ്പോഴും പറയുമായിരുന്നു. സുധി വീട് മേടിച്ചു എന്ന് പറഞ്ഞപ്പോ തന്നെ ഞാനത് സൂചിപ്പിക്കണമായിരുന്നു. അച്ഛന് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം ഇവിടെ ആരും ചെയ്യാൻ പാടില്ല. സുധി ആ വീട് എടുക്കണ്ട, ഞാൻ ഇപ്പൊ തന്നെ പോയി പറയാം. എന്റെ പൊന്നു സച്ചേട്ടൻ എന്താ ഈ കാണിക്കുന്നത്? ഒന്നും പറയൊന്നും വേണ്ട. നിന്നെ അവിടെ ഇപ്പോഴെന്നല്ല ഒരു കാലത്തും സച്ചേട്ടന്റെ ഏട്ടനോട് അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോർക്കുന്നറിയാമോ? അത് സച്ചേട്ടന്റെ അസൂയയും കുശുമ്പും കൊണ്ടും ഒക്കെയാ പറയുന്നതെന്ന് അവർ കരുതത്തുള്ളൂ. എന്തിനാ വെറുതെ സച്ചേട്ടാ? നീ പറഞ്ഞ ശരിയാ, അവരങ്ങനെ കരുതത്തുള്ളൂ, എനിക്കറിയാം. കാർ ഡ്രൈവർക്കും പൂക്കാരിക്കും ഈ ജന്മം ചെയ്യാൻ പറ്റാത്തത് ബിസിനസ്മാനായ മോനും കോടീശ്വരനായ മരുമകളും ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും അസൂയ കാരണം നമ്മൾ വേണ്ടെന്ന് പറയുന്നെന്നൊക്കെ പറയും. നീ പറയുന്നത് ശരിയാ. അപ്പൊ അച്ഛന്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല നമ്മൾ പറയാത്ത പക്ഷം. നമ്മൾ എന്താ രേവതി ചെയ്യേണ്ടത്? അച്ഛന്റെ ആഗ്രഹം നടത്തി കൊടുക്കണ്ടേ? എന്റെ പൊന്ന് സച്ചടി, ഇപ്പൊ നമ്മൾ തൽക്കാലം ഒന്നും ചെയ്യേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ എന്ത് നടന്നാലും അതിന് എന്തെങ്കിലും ഒരു കാരണം കാണുമെന്ന് എന്റെ അച്ഛൻ കൂടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനും ഒരു കാരണം ഉണ്ടായിരിക്കും. അതായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പോകുന്നത്, നടക്കാൻ പോകുന്നതൊക്കെ. ഈ പറയുന്ന കറക്റ്റാ രേവതി. നല്ലത് നടന്നാലും മോശം നടന്നാലും അതിന്റെ പിന്നില് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും, കാരണം ഉണ്ടാകും. കുറച്ച് മുന്നേ ഒരു സ്വാമി എന്റെ കാറിൽ കയറിയായിരുന്നേ. എന്റെ ജീവിതത്തിൽ എന്ത് നടന്നാലും അത് നല്ലതിനു വേണ്ടിയാന്ന് കരുതണമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇത് നല്ലതിനു വേണ്ടി തന്നെയാണെന്ന് കരുതാല്ലേ രേവതി? അങ്ങനെ വിശ്വസിച്ച പിന്നെ കുഴപ്പമില്ലല്ലോ. അതെ സച്ചേട്ടാ, അത് മതി. അല്ലാതെ നമുക്കൊന്നും തടയിടാനോ പോകണ്ട. നമ്മളുടെ നല്ലതിന് വേണ്ടി ഇപ്പൊ പിന്നെ എന്താ നടന്നതെന്ന് ഞാൻ ഓർക്കുന്നത്. അത് പിന്നെ ഓട്ടക്കാരന് ഭാര്യയും വീട് മാറിപ്പോയാൽ അവരുടെ റൂം നമുക്ക് കിട്ടൂലോ. അപ്പൊ പിന്നെ നമുക്ക് ആ ക്യാഷ് ലാഭമല്ലേ, നമുക്ക് വേറെ റൂം കെട്ടണ്ടല്ലോ. അതെ സച്ചേട്ടാ, അല്ല ഞാൻ പറഞ്ഞു തെറ്റായി പോയി. നീ എന്താ ചിരിക്കുന്നത്? ഒരു തെറ്റുമില്ല, ഞാൻ ചുമ്മാ ചിരിച്ചത്. സച്ചേട്ടൻ കറക്റ്റായ കാര്യം തന്നെ അന്നേ പറഞ്ഞത്. അവരാരും പറഞ്ഞു വിടുന്ന അല്ലല്ലോ നമ്മള്, അവരായിട്ട് പോകുന്നല്ലേ. അവരെ നമുക്ക് പറഞ്ഞു
അപ്പൊ നമുക്ക് പറഞ്ഞു വിടണ്ടേ അതാണെന്ന് നമുക്ക് തോന്നുമല്ലോ. ഇതിപ്പോ സച്ചേട്ടന്റെ സ്വാർത്ഥത കൊണ്ടൊന്നും അല്ലല്ലോ പറഞ്ഞത്. അപ്പൊ നമുക്ക് ക്യാഷ് ലാഭം ഉണ്ടല്ലോ രേവതി. എന്നാ പിന്നെ ആ സന്തോഷത്തിന് നീ എനിക്കൊരു ചക്കരത. എന്നാ പിന്നെ ഇവിടെ ഇരിക്കെ, ഞാൻ അടുക്കള പോയി എടുത്തിട്ട് വരാം. ഏ അടുക്കള പോയി എടുക്കാരോ? ഞാൻ ആ ചക്കരയെന്നല്ലോ ചോദിച്ചത്. എനിക്ക് എനിക്കൊരു ഒരു ഉമ്മ തരാമോ, ഒരു ഉമ്മ തരാമോ എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം കാണിക്കാണ് കേട്ടോ നമ്മുടെ സച്ചി. അപ്പോഴത്തേക്ക് രേവതി മനസ്സിലായി 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 എല്ലാം മനസ്സിലായി. അതേ ചോദിച്ചോണ്ട് അവിടെ ഇരുന്നോട്ടോ. പിന്നെ പട്ടാപ്പകളല്ലേ ചക്കര തരാൻ പോകുന്നത്. എന്റെ പൊന്നു സച്ചേട്ടാ, സച്ചേട്ടൻ വെളിവില്ലേ? ആരെങ്കിലും കാണത്തില്ലേ? പിന്നെ ഒരു ഉമ്മ കൊടുക്കുന്നു നോക്കി എല്ലാവരും ഇവിടെ വന്ന് നിൽക്കല്ലേ. അവരൊക്കെ അവരുടെ ഉമ്മകൾ റൂമിൽ കൊടുത്തോണ്ടിരിക്കുകയായിരിക്കും. നീ ഇവിടെ നിന്നോ. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി ചിരിക്കാണ്ടോ സച്ചിനെ നോക്കിയിട്ട്. അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞത് പെട്ടെന്ന് താ രേവതി. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് എണീറ്റ് ഓടുവാണ് കേട്ടോ. നമ്മുടെ രേവതിക്ക് അപ്പോഴത്തേക്ക് നാണം വന്നേ. അപ്പൊ രേവതി അവിടെ നിന്ന് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് എണീറ്റ് ഓടി. അപ്പൊ സച്ചി ഇങ്ങനെ ആ ഉമ്മയൊക്കെ ഇങ്ങനെ കിട്ടിയതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുക. ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രുതിയും സുധിയും കൂടി ചേർന്ന് ആ ബംഗ്ലാവ് കാണാൻ വേണ്ടി പോവുകയാണ്. ഏതായാലും കൂട്ടുകാരനും ഉണ്ട് കേട്ടോ നമ്മുടെ ശ്രുതിയുടെ. അങ്ങനെ ബംഗ്ലാവിന്റെ ആ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കുകയാണ്. കണ്ടപ്പോഴത്തേക്കും ഉണ്ടല്ലോ, സത്യം പറഞ്ഞ ഒരു 10 കോടിയുടെ മതിപ്പ് തന്നെ തോന്നിക്കും. അതുപോലത്തെ ഒരു ബംഗ്ലാവാണ്. അങ്ങനെ കൂട്ടുകാരൻ ചെന്നവിടെ കോളിംഗ് ബെൽ അടിക്കുന്നു. കോളിംഗ് ബെൽ അടിച്ചു കഴിയുമ്പോഴത്തേക്കും ഒരാൾ വന്ന് വാതിൽ തുറക്കാണ് കേട്ടോ. അതും വലിയ പണക്കാരാട്ടോ. കാണുമ്പോ തന്നെ അറിയാം, വലിയ മാലയൊക്കെ ഇട്ട് നല്ല പട്ട് സാരിയൊക്കെ കൊടുത്തിട്ട് ഒരു പെണ്ണുപിള്ളയുണ്ട്. പിന്നെ ഒരു ആ പെണ്ണുപിള്ളയുടെ കെട്ടിയവനായിരിക്കും, ഓണറായിരിക്കും ഉണ്ട്. ഏതായാലും നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു, കയറി വരൂ എന്ന് പറഞ്ഞ് ഇവരെ അകത്തേക്ക് ക്ഷണിക്കുകയാണ്. അവരെ കണ്ടാൽ തന്നെ വലിയൊരു എന്താ പറയാ, വലിയൊരു ഒരു ലുക്ക് തോന്നിക്കും. അതിന്റെ ആ ഓണറിന്റെ ആ ഒരു ലുക്ക് തോന്നിക്കും. ഏതായാലും ഈ സമയത്ത് അകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഫ്രണ്ട് പരിചയപ്പെടുത്തുകയാണ് ശ്രുതിനെ. ഇതാണ് ഇത് മേടിക്കാൻ വന്ന ആള്, ശ്രുതി എന്നാണ് പേര്. അതുപോലെ ഹസ്ബൻഡിന്റെ പേര് സുധി എന്നാണെന്ന് പറഞ്ഞപ്പോൾ നല്ല ചേർച്ചയുണ്ടല്ലോ, പേര് കൊണ്ട് തന്നെ നല്ല ചേർച്ചയാണല്ലോ, കാണാനും നല്ല ചേർച്ചയാണല്ലോ. അത് പിന്നെ എല്ലാരും പറയാറുണ്ട് എന്ന് ശ്രുതി. അപ്പോഴത്തേക്ക് അയാൾ പറഞ്ഞു, ഞാന് മോർണിംഗ് വാക്കിന് പോകുമ്പോഴത്തേക്ക് ആനന്ദിനെ കാണും. അപ്പൊ ഞങ്ങൾ തമ്മിലുള്ള അടുപ്പം അങ്ങ് വളർന്നു. അപ്പോഴേ ഞാനിത് വിൽക്കാൻ പോവാന്ന് പറഞ്ഞായിരുന്നു ആനന്ദിനോട്. അപ്പൊ നിങ്ങളെ കുറിച്ച് പറഞ്ഞു. എന്നാ പിന്നെ ഞാനും ഓർത്തു, എന്നാ പിന്നെ നിങ്ങൾക്ക് ഇത് മേടിക്കാൻ പറ്റുമെങ്കിൽ നല്ലതായിരിക്കും. ഞാൻ വളരെ ആഗ്രഹിച്ചു കെട്ടിയ വീടാണ്. ഇത് വിൽക്കണമെന്ന് മനസ്സിൽ വിചാരിച്ചപ്പോ ഇത് നല്ല ഒരാളുടെ കയ്യിൽ തന്നെ എത്തണം ഞാൻ ആഗ്രഹിച്ചതേ. അതുകൊണ്ട് നിങ്ങൾ നല്ല വിദ്യാഭ്യാസമുള്ള ഒരാളാണല്ലോ, നല്ലൊരു ബിസിനസ്മാൻ ആണല്ലോ, നല്ലൊരു ആളാണ്, വളർന്നു വരുന്ന ഒരു ബിസിനസ്മാന്, അങ്ങനെ വേണമെങ്കിൽ തന്നെ പറയാം. നിങ്ങൾ കറക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ വീട് നിങ്ങൾക്ക് തന്നെ തരും ഞാൻ. ഇല്ലെങ്കിലേ ഇത് ഞാൻ വേറെ ആർക്കും കൊടുക്കാൻ പോകുന്നില്ല. ഒരു വസ്തു അതിന്റെ മൂല്യം അറിയുന്ന ആളുടെ കയ്യിൽ തന്നെ എത്തണമല്ലോ. അപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു സച്ചി അല്ല കേട്ടോ, സോറി, ശ്രുതി പറഞ്ഞു കറക്റ്റായ കാര്യമാണ്. അപ്പം ആ സ്ത്രീ പറഞ്ഞു, വീടിനകവും പരിസരവും ഒക്കെ വേണമെങ്കിൽ ഒന്ന് ചുറ്റിക്കണ്ടോ. എന്നാ പിന്നെ ഞങ്ങളൊന്ന് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതിയും കൂടെ വീടൊക്കെ കാണാൻ വേണ്ടി ഇങ്ങനെ പോവുക. വീടൊക്കെ കണ്ടു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ, ഒരു വലിയൊരു വിലമതിക്കുന്ന ഒരു വീടാ. അങ്ങനെ വീടൊക്കെ കണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എന്റെ ശ്രുതി പറഞ്ഞു, എനിക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ഇഷ്ടപ്പെട്ടത്. ഏതായാലും നമുക്ക് ഇഡ്ഡിയിൽ അങ്ങ് ഉറപ്പിക്കാം അല്ലേ ശ്രുതി? ഉറപ്പിക്കാൻ ശ്രുതി എന്ന് ശ്രുതിയും പറഞ്ഞു. ഏതായാലും ഈ സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അവർ വലിയൊരു കുഴിയിലേക്കാണ് ചാടാൻ പോകുന്നത്. ഈ വീടിന് പിന്നിൽ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ലൈക്ക് അടിക്കാൻ മറക്കരുതേ.